ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫാത്തിഹയ്ക്ക് ശേഷം വലല്ലാലീൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്പം ഒരു സക്കത്ത, ഒരു ചെറിയൊരു അടക്കത്തിന് ശേഷം ആമീൻ എന്ന് പറയൽ സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ഇടയിൽ വലല്ലാലീൻ എന്നതിന് ശേഷം റബ്ബിഗ്ഫിർലി ആമീൻ യാ റബ്ബൽ ആലമീൻ, റബ്ബിഗ്ഫിർലി എന്നും വലല്ലാലിന്റെ ആമീന്റെ മുമ്പ് റബ്ബിഗ്ഫിർലി ആമീൻ, പിന്നെ ആമീൻ കഴിഞ്ഞിട്ട് റബ്ബൽ ആലമീൻ റബ്ബൽ ആലമീനോ എന്ന് പറയലും സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മഅ്മൂമീങ്ങൾ ഇമാമിന്റെ ആമീന്റെ കൂടെ ആമീൻ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. സുന്നത്താക്കപ്പെടലി മഅ്മൂമിൻ ഫിൽ ജഹരിയത്തി, ഉറക്കയോതുന്ന നിസ്കാരത്തിൽ സുന്നത്താണ് മഅ്മൂമിൻ ഫിൽ ജഹരിയത്തി, ഉറക്കയോതുന്ന നിസ്കാരാണെങ്കിൽ മഅ്മൂമിന് സുന്നത്താണ് തഅ്മീനു ആമീൻ എന്ന് പറയല്. മഅ്മൂമ് തഅ്മീൻ ഇമാമിന്റെ ആമീനോട് കൂടെ എപ്പോൾ ഈ മഅ്മൂമ് കേട്ടാൽ ഖിറാഅത്ത് ഇമാമിന്റെ ഒത്തിനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇമാമ് ആമീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയാം. ഖബരി ശൈഖൈനി, ബുഖാരി മുസ്ലിമിന്റെ ഹദീസ് ഉണ്ടായതിനു വേണ്ടി. ഇദാ അമ്മനൽ മഅ്മൂമു ഇദാ അമ്മനൽ ഇമാമു, ഇമാമ് ആമീൻ പറഞ്ഞാൽ അറാദത്തഅ്മീൻ, ആമീൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ആശയല്ല, പറയാൻ ഉദ്ദേശിച്ചാൽ, ഇമാമ് ആമീൻ പറയാൻ ഉദ്ദേശിച്ചാൽ ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറയൂ. അതൊക്കെ ഒരു പ്രയോഗമാണ്. ഇമാമ് ആമീൻ പറഞ്ഞാൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാൻ കേട്ട് നിൽക്കുമ്പോൾ എന്നർത്ഥം. അപ്പൊ അത് ഒരു പ്രയോഗമാണ്, പറയാൻ ഉദ്ദേശിക്കുമ്പോൾ എന്നുള്ള അർത്ഥമുള്ളൂ. ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറയൂ. ഫഇന്നഹു, നിശ്ചയം, കാര്യം, ഹു എന്ന് പറഞ്ഞ കാര്യം, മൻ വല്ലവനും വാഫഖ യോജിച്ചാൽ, തഅ്മീനു ഫൈലി തഅ്മീനു അവന്റെ തഅ്മീൻ യോജിച്ചാൽ, തഅ്മീനൽ മലായികത്തി മലക്കുകളുടെ തഅ്മീനോട് യോജിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഗുഫിറ ലഹു അവൻക്ക് പൊറുക്കപ്പെടും, ഒന്നിനെ തഖദ്ദമ മുമ്പ് കഴിഞ്ഞതായ ഒന്നിനെ, മിൻ ദംബിഹി അവന്റെ തെറ്റുകളിൽ നിന്നും. ഇനി ഇവിടെ ആമീൻ എന്നത് ഇമാമിന്റെ കൂടെ ചൊല്ലിയാൽ അവന്റെ മുൻകഴിഞ്ഞ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. അത്രയും വലിയ മഹത്താണ് ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ കിട്ടുക എന്നത്. അപ്പൊ നമ്മള് ചിലപ്പോ വൈകിയൊക്കെ വരുന്നവർ എത്ര ആ പുണ്യം നഷ്ടപ്പെടുന്നു. ഇനി ഇവിടെ ഒരു കാര്യം, വലൈസലന, നമുക്കില്ല, ഒന്ന് യുസന്നു ഫീഹി, അതിൽ സുന്നത്താക്കപ്പെടും, തഹരീമു, സൂക്ഷിക്കൽ, മുഖാറനത്തിൽ ഇമാമി, ഇമാമിനോട് ഒപ്പമായി വരിക, അന്വയിച്ച് വരിക, ഇമാമിന്റെ കൂടെ ഒപ്പം പറയൽ, സൂക്ഷിക്കൽ സുന്നത്തുള്ള ഒരു സ്ഥലവുമില്ല. ഇല്ലാഹാദ, ഈ ആമീൻ പറയലല്ലാതെ. വലൈസല, നമുക്കില്ല, ഒന്ന് യുസന്നു ഫീഹി, അതിൽ സുന്നത്താക്കപ്പെടും, തഹരീ, സൂക്ഷിക്കൽ, മുഖാറനത്തിൽ ഇമാമിനോട് കൂടെ അന്വയിക്കലിനെ സൂക്ഷിക്കൽ, ഇല്ലാതെ ഇതല്ലാതെ. വഇദലം യത്തഫിഖ് ലഹു, അവൻക്ക് ഒത്തു വന്നിട്ടില്ലെങ്കിൽ, അവൻക്ക് സാധിച്ചില്ലെങ്കിൽ, ഒത്തു വന്നിട്ടില്ലെങ്കിൽ, മുവാഫഖത്ത് ഇമാമിനോട് കൂടെ യോജിക്കൽ, ആമീൻ പറയുന്നില്ലേ, അമ്മന എന്നാ എന്ത് ചെയ്യണം, ആമീൻ ചൊല്ലണം. മഅ്മൂമ് അഖബത്ത് ആമീൻ, ഇമാമിന്റെ ആമീന്റെ ഉടനെ ഇമാം അപ്പത്ത് ആമീൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യോ, അതാരില്ല, നമ്മളാണ് ആമീൻ എന്ന് പറയുന്നേ. ഇമാം അലല്ലാലും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പൻ അപ്പത്തിന് എന്താ കുറുക്കം വലിച്ചാന്നുണ്ട്. അങ്ങനെ ഇമാം അപ്പത്ത് പറഞ്ഞു, എന്നാലും പറയാതിരിക്കണ്ട വെച്ചിട്ട് ഇമാമിനോട് യോജിച്ച് പറയാനാണ് നല്ലതെന്നുള്ളൂ. അവൻ മഅ്മൂമിന് ഒത്തു വന്നിട്ടില്ലെങ്കിൽ മുവാഫഖത്ത് ഇമാമിനോട് കൂടെ യോജിക്കല്, അമ്മന, മഅ്മൂമ ആമീൻ പറയണ, തഅ്മീൻ ഇമാമിന്റെ ആമീന്റെ ഉടനെ. വഇൻ അഖറ, ഇനി അവിടെ വേറെ വിഷയം, പിന്തിച്ചാലോ, ഇമാമുഹു, ഇമാമ് പിന്തിച്ചാൽ, അനി സമനിൽ മസ്നൂനി ഫീഹി, അതിൽ സുന്നത്തായ ആ സമയത്ത് വിട്ട് ഇമാമ് പിന്തിച്ചു. ഇമാം എന്താ ആമീൻ പറഞ്ഞു, ഇമാം പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് ആമീൻ പറഞ്ഞു. ഇമാമ് പിന്തിച്ചു സുന്നത്തായ സമയത്ത് വിട്ട്, അനിൽ സമനിൽ മസ്നൂനി ഫീഹി തഅ്മീനു, ആമീൻ പറയൽ സുന്നത്തായ, അനിൽ സമൻ ഒരു സമയത്ത് വിട്ടാൽ, മസ്നൂനി ആ സമയത്ത് സുന്നത്താണ് തഅ്മീൻ, ആമീൻ പറയൽ. അങ്ങനെയുള്ളതായ സമയത്ത് വിട്ട് ഇമാമ് പിന്തിച്ചാൽ, അമ്മനൽ മഅ്മൂമ, പിന്തിച്ചാൽ നോക്കണ്ട, മഅ്മൂമാണ്ട് ആമീൻ പറയാൻ, ഇമാമിനെ കാത്തിക്കണ്ട. നമ്മള് സമയത്ത് ആമീൻ ചെല്ല, ജഹ്റൻ ഉറക്കയായിട്ട് ഇമാമിനെ കാത്തിക്കണ്ട. ഇനി ആമീൻ എന്ന പദം എന്താ പദം? ആമീൻ, ആമീൻ എന്നത് ഇസ്മു ഫീലിൻ, അതൊരു ഇസ്മാണ്. നീ ഉത്തരം ചെയ്യണേ എന്ന ഫീലിന്റെ അർത്ഥമുള്ള ഇസ്മു ഫീലാണ്. ഇസ്മു ഫീൽ എന്ന് കേട്ടിട്ടില്ല, ഇസ്മു ഫീല് അർഫ്, ഇത് ഇസ്മു ഫീലാണ്. രണ്ടും കൂടി കാച്ച
ഇസ്മ തന്നെയാണത്. ഇസ്മ ഫീലൊക്കെ ഇസ്മാണ്. ഫീലിന്റെ അർത്ഥമാണ്. ഇനി ഉത്തരം ചെയ്യണ എന്ന അർത്ഥമുള്ള എന്ന ഫീലിന്റെ അർത്ഥമുള്ള ഇസ്മാണ്. ബിമാന ഇസ്തജിബിനി ഉത്തരം ചെയ്യണം എന്ന അർത്ഥത്തിനാണത്. മബിനിയൽ ഫതഹി ആമീന എന്നാണ് ശരിക്കുള്ളത്. ആമീന അത് ഫതഹിന്റെ മേലും മബിനിയാണ്. വൈസക്കനു സുക്കൂൻ ചെയ്യപ്പെടുന്നു. ഇൻദൽ വഖഫി വഖഫിന്റെ സമയത്ത് സുക്കൂൻ വരുന്നുള്ളൂ. ശരിക്കും ആമീന എന്നാണ്. വഖഫിലാണ് സുക്കൂൻ വരുന്നത്. ഫതഹിന്റെ മേലും അഭിനയാണ്. അപ്പൊ ഇനി മറ്റൊരു മസ്അല. ഫറോൻ ഇതൊരു പിരിയാണ്. ഇതൊരു പിരിഞ്ഞ മസല. സുന്നലിൽ ഇമാമി ഇമാമിന് സുന്നത്താക്കപ്പെടുന്നതാണ് അയസ്കുത ഇമാമ് മിണ്ടാതിരിക്കൽ. ഇമാമിന് സുന്നത്താണ്. ഇമാമ് കുറച്ച് മൗനിയായി നിൽക്കുക. ഫിൽ ജഹരിയത്തി ഉറക്കോതുന്ന നിസ്കാരത്തിൽ മഗ്‌രിബ് ഇശാ സുബഹിക്ക് ജുമുഅക്കൊക്കെ ഇമാമ് സുക്കൂത്താവൽ സുന്നത്താണ്. ബി ഖദ്രി ഖിറാഅത്തിൽ മഅ്മൂമി മഅ്മൂം ഓതുന്ന സമയം അൽ ഫാത്തിഹത ഫാത്തിഹ ഓതുന്ന സമയം. ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് മഅ്മൂം ഫാത്തിഹ ഓതുന്ന അത്ര സമയം ഇമാമ് മിണ്ടാതിരിക്കുക. ഇൻ അലിമ ഇമാമ് അറിഞ്ഞാൽ അന്നഹു മഅ്മൂം യഖറഉഹാ ഫാത്തിഹ ഓതും ഫി സക്തത്തി ഇമാമിന്റെ അടക്കത്തിൽ മഅ്മൂം ഫാത്തിഹ ഓതുമെന്ന് അറിഞ്ഞാൽ കമാഹു ലാഹിറുൻ അതാണല്ലോ ലാഹിർ. അങ്ങനെയാണല്ലോ സാധാരണ. അവ ഇമാമ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തിക്കുക. എന്നിട്ട് മഅ്മൂം ഓതി കഴിയണത്ര സമയം കഴിഞ്ഞിട്ട് പിന്നെ സൂറത്ത് ഓതും. വയസ്തഗില ഈ ഇമാമി ജോലിയ ഇമാം ഉണ്ടാതെ എങ്ങനെ ഇരിക്കണമെന്നില്ല. സുക്കൂത്ത് ആണെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടരുത്, തൊള്ള തുറക്കരുത് എന്നല്ല. നമ്മള് ജനാസന്റെ കൂടെ കൊണ്ടുപോകുമ്പോ സുക്കൂത്ത് സുന്നത്താണെന്നുണ്ട്. അപ്പൊ വഹാബികൾ മനസ്സിലായി തൊള്ള തുറക്കാൻ പാടില്ല. അങ്ങനല്ല. അവിടെ പറഞ്ഞോക്ക് സുക്കൂത്ത് വേണമെന്ന് പറഞ്ഞ അതേ പണ്ഡിതൻ തന്നെ പറയണു ഇഷ്ടകില ഇമാമി ജോലിയാവണം വിഹാദി സക്കത്തത്തി അടക്കത്തിൽ ഇമാമിന് ഇഷ്ടമുള്ള ദുആ ഔ ഖിറാഅത്തിൻ അല്ലെങ്കിൽ ഖുർആൻ പാരായണം അതുകൊണ്ട് ജോലിയാവണം. വഹി ഔല ഖുർആനാണ് ഔല ഏറ്റവും നല്ലത്. കാല ശൈഖുന പറഞ്ഞു വഹീനൈദിൻ ഖുർആൻ ഓതുന്ന സമയത്ത് ആ സമയത്ത് ഫയൽഹറു ലാഹിറാകുന്നു അന്നഹു ഈ ഇമാമ് യുറാഇ തർതീബ ഖുർആൻ ഓതാണെങ്കിൽ ക്രമം പാലിച്ചോതണം. അതായത് ഇനി ഉറക്കനെ ഓതാനുള്ള ആ ഭാഗത്തിന് മുമ്പത്തെ സൂറത്ത് ഓതാ. അന്നഹു ഇമാമ് യുറാഇ തർതീബ ക്രമം പാലിക്കണം. ഖുർആൻ എവിടുന്നെങ്കിലും ഓതണ്ട. ഇതിന്റെ തൊട്ട് മുന്നത്തെ ഓതിയാൽ മതി. അവന് ക്രമമില്ല. വൽ മുവാലാത്ത തുടർച്ചയും അതിന്റെ തൊട്ട് മുന്നത്തെ തന്നെ ഓതുക. അപ്പൊ ക്രമമാകുക തുടരെയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും തൊട്ട് മുന്നാകുക. കുറെ മുന്നൊന്നും ആകരുത്. അപ്പൊ തെർത്തീബ് ഉണ്ടെന്നറിയും. കുറെ മുന്നാലും ഖുർആന്റെ തെർത്തീബ് തന്നെയല്ല ആദ്യം അങ്ങനെ. പക്ഷെ മുവാലാത്തും വേണം. അതിന്റെ തൊട്ട് മുന്നത്തെ ആയത്തന്നെ ഓതുക. ബൈനഹ അപ്പൊ ഫയലഹറു ലാഹിറാവുന്ന യുറായി ഇമാമ് സൂക്ഷിക്കണം. അത്തർത്തീബ ക്രമത്തെയും മുവാലാത്ത തുടർച്ചയും. തുടർച്ച പറഞ്ഞാൽ ഒപ്പപ്പാകുക. ആ തൊട്ട് മുന്നത്തെ ആയത്തന്നെ ആയത്തുകൾ തന്നെ ആകുക. ബൈനഹ എന്തിന്റെ ഇടയിൽ ബൈനഹ ഈ ഇപ്പോൾ സുക്കൂത്തിൽ ഓതുന്ന അതിന്റെ ഇടയിലും ബൈനമായ യഖ്റഉ അതിന്റെ ശേഷം അവൻ ഓതുന്നതിന്റെ ഇടയിലും. എങ്ങനെ ഓതണം? അവിടൊക്കെ വിശാലമായ ഒരു ചർച്ചയൊക്കെ ഉണ്ട്. ഇന്ന് സാധാരണ സബ്ബിഹിസ്മൊക്കെ ഓതിയാൽ അതിന്റെ ആദ്യ ഭാഗം പതുക്കോതും പിന്നെ ബാക്കി കണ്ടോതും. അങ്ങനെ ഓതിയാൽ മതിയോ ഇല്ലേ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അത് എപ്പിസ്താന്റെ ഫത്താവയിലും മറ്റൊക്കെ കാണാൻ ആവശ്യമുള്ളവർ നോക്ക്. ഫായിദത്തുൻ ഇതൊരു ഫായിദയാണ്. യുസന്നു സുന്നത്താക്കപ്പെടും സക്കത്തുൽ ലത്തീഫത്തുൻ നേരിയുടെ അടക്കമടങ്ങൽ ഖദരി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്ന്റെ ഖദർ എവിടെ ബൈന ആമീൻ വസൂറത്തി ആമീന്റെയും സൂറത്തിന്റെയും ഇടയിൽ. ആമീനിന്റെയും ആമീൻ പിന്നെ നമ്മൾ സൂറത്ത് ഓതില്ലേ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹ് അങ്ങനല്ല. കുറച്ചൊരടങ്ങ വസൂറത്തി സൂറത്തിന്റെ ഇടയിലും വബൈന ആഖിരിഹ പിന്നെ എന്തിന്റെ ഇടയിലും സൂറത്തിന്റെ അവസാന ഭാഗത്തിന്റെ ഇടയിലും തക്ബീർ റുക്കോയിലേക്ക് പോകുന്ന തക്ബീറിന്റെ ഇടയിൽ സൂറത്ത് കഴിഞ്ഞിട്ട് റുക്കോയിലേക്ക് പോകും.
അപ്പൊ ആ സൂറത്തിന്റെ അവസാനത്തിന്റെ ഇടയിലും തക്ബീർ റുക്കോയി ബൈന തഹറുമി ദുആഇൽ ഇഫ്തിതായി തഹറുമിന്റെ ഇടയിലും തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഇടയിലും വജ്ജഹത്തുവിന്റെ ഇടയിലും പ്രാരംഭ പ്രാർത്ഥനക്കിടയിലും ഒരു അടക്കം സുബ്ഹാനല്ലാഹ് ഖദർ അടങ്ങിയാൽ മതി. വബൈനഹു ദുആഉൽ ഇഫ്തിതാഹിന്റെ ഇടയിലും വബൈന തഅവൂദി അഊദിന്റെ ഇടയിലും വജ്ജഹത്ത് ഓതിയിട്ട് അഊദിന്റെ ഇടയിൽ വബൈനഹു വബൈനൽ ബസ്മലത്തി അഊദിന്റെയും ബിസ്മിന്റെ ഇടയിലും ഒരടക്കം. ഇങ്ങനൊക്കെ അടങ്ങൽ സുന്നത്താണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.